ലാലേട്ടൻ ഒരു കഥ പറയുകയാണ്. ആ കഥയുടെ പകുതിയിൽ വെച്ച് വേറൊരാൾ ആ കഥ ഏറ്റെടുക്കണം. ലാലേട്ടൻ പറയുന്നവർ ആ കഥ പറയണം. പിന്നെ അങ്ങനെ ഓരോരുത്തരായിട്ട് ആ കഥ തീർക്കണം. അങ്ങനെയാണ് കഥ പറയാൻ തുടങ്ങിയത്. ലാലേട്ടൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ നല്ലൊരു കഥയായിട്ട് നമുക്ക് തോന്നി. പക്ഷെ പിന്നെ ആ കഥയുടെ ഗതി മാറി, കഥയുടെ കിളി പോയി എന്നൊക്കെ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്. കഥയുടെ പേര് സ്വർണ്ണക്കപ്പും വെള്ളിഗതയും. ലാലേട്ടൻ കഥയുടെ പേര് പറഞ്ഞതുപോലും ആര്യൻ ശ്രദ്ധിച്ചില്ല. ലാലേട്ടൻ ചോദിക്കുന്നത് ആര്യൻ എന്താണ് കഥയുടെ ടൈറ്റിൽ എന്ന് ചോദിക്കുന്നത്. ആര്യൻ പറയുന്നത് ആര്യന് പറയാൻ അറിയത്തില്ല. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞത് എന്തിനാണ് അവരെ നോക്കുന്നത്, കഥയുടെ പേര് പറയണം. അങ്ങനെ ആര്യൻ സ്വർണ്ണക്കപ്പും ഗത പറയാൻ ആര്യൻ അറിയത്തില്ല. അങ്ങനെ ലാലേട്ടൻ വീണ്ടും പറയുന്നത് സ്വർണ്ണക്കപ്പും എന്തോ ഗതയും എന്നാണ് ആര്യൻ പറയുന്നത്. ഇതാണോ കഥ ശ്രദ്ധിച്ചിരിക്കുന്നതെന്ന് ലാലേട്ടൻ ചോദിക്കുന്നത്. അപ്പോൾ അല്ല ലാലേട്ടൻ, എൻ്റെ ഒരു ഈച്ച വന്നാൽ മറന്നു പോകുന്ന കഥയോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ ലാലേട്ടൻ വീണ്ടും പറയുന്നത് സ്വർണ്ണക്കപ്പും വെള്ളിഗതയും. ഓണനാട്ടുകരയിലെ ത്രിഭുവനം എന്ന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ സെക്രട്ടറി ജലജയുടെ മണിമേടയിൽ നിന്ന് ഒരു സ്വർണ്ണക്കപ്പും വെള്ളിഗതയും അടിച്ചു മാറ്റാനായി കള്ളന്മാരായ ഗജേന്ദ്രനും കള്ളിക്കാട്ടു പരമവും പദ്ധതിയിട്ടു. അനീഷ് ബാക്കി പറയാൻ പറയുന്നു. അനീഷിൻ്റെ കഥ കേട്ട് എല്ലാവരുടെയും കിളി പോയി. ആ സെക്രട്ടറിയുടെ വീടിൻ്റെ അടുത്ത് തന്നെ പ്രസിഡന്റിൻ്റെയും വീട്. അദ്ദേഹത്തിൻ്റെ പേര് ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ അവിടെയുള്ള പ്രമുഖനായിരുന്നു. ആ പ്രമുഖൻ്റെ വീട്ടിൽ വേറൊരു കള്ളൻ കടന്നു. ആ കള്ളൻ ആരാണെന്ന് തേടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നാട്ടുകാർക്ക് മുൻപുണ്ടായിരുന്ന കള്ളനായിരുന്നോ എന്ന് സംശയം വന്നത്. ആ ഒരു കാര്യത്തിലേക്ക് പോലീസ് ഇടപെട്ടു. അപ്പോഴാണ് പഴയ കള്ളനല്ല അതെന്ന് തെളിയുന്നത്. പോലീസ് സ്റ്റേഷനിൽ ആ കള്ളൻ്റെ റെക്കോർഡ് ഉണ്ടായിരുന്നു. ആളിൻ്റെ ആധാർ കാർഡിൽ ആ വിവരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ കടന്ന അയാളല്ലെന്ന് തെളിഞ്ഞു. അപ്പോൾ പുതിയ കള്ളന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടന്നു. എൻ്റെ ബാക്കി പറയാനായിട്ട് ലക്ഷ്മി വരുന്നുണ്ട്. അനീഷ് പറഞ്ഞ കഥ കുറച്ചെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇനി അങ്ങോട്ടുള്ള കഥയെല്ലാം ഭയങ്കര ഇതാണ്. എങ്ങോട്ടാ കഥയുടെ പോക്കെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. പുതിയ കള്ളന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ രണ്ട് കള്ളന്മാരും ഒന്നു തന്നെ ആയിരുന്നു. ഫിംഗർ പ്രിന്റ് വരാതിരിക്കാൻ വേണ്ടി ഗ്ലൗസൊക്കെ ഉപയോഗിച്ചാണ് വേറൊരു ആധാർ കാർഡും ഉണ്ടാക്കി അതേ കള്ളനായിരുന്നു പ്രസിഡന്റിൻ്റെയും ജലജയുടെയും വീട്ടിൽ കയറിയിരുന്നത്. രണ്ട് വീട്ടിലും വിദഗ്ധമായി കടന്നു വിടുകയാണ് ഉണ്ടായത്. ലക്ഷ്മി ഒരുവിധം പറഞ്ഞു ഒപ്പിച്ചു. അടുത്ത ആര്യനാണ്. അയ്യോ, ആര്യൻ പറഞ്ഞ് ബാക്കിയുള്ളവരുടെ കിളി പോയി. കഥയുടെ ഗതിയെ മാറി ആര്യൻ പറഞ്ഞത്. ഇതെല്ലാം ഒരു സിനിമയായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ഇത് കണ്ട് ഞെട്ടി എണീറ്റ് എൻ്റെ അമ്മ കണ്ടിട്ട് എൻ്റെ അമ്മ ഞെട്ടിപ്പോയി. 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്ത് റിവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ യൂട്യൂബിൽ ആ റിവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയെ ഒരു ഡയറക്ടറെ വിളിച്ചിട്ട് ആ പടം ചെയ്യാനായിട്ട് അടുത്ത സിനിമയിലേക്ക് എൻ്റെ അമ്മയെ വിളിച്ചു. അടുത്ത പടം ഷൂട്ട് ചെയ്തപ്പോൾ ലാലേട്ടനായിരുന്നു അതിൻ്റെ മെയിൻ ആക്ടർ. അമ്മ ഫസ്റ്റ് ടൈം തന്നെ ലാലേട്ടനെ പോയി മീറ്റ് ചെയ്ത് അങ്ങനെയാണ് അമ്മയുടെ മകൻ ആര്യൻ എന്നൊരാളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആര്യനെ ബിഗ് ബോസിലോട്ട് എടുക്കുന്നത്. അങ്ങനെ ബിഗ് ബോസിൽ കയറി ഇപ്പോൾ ലാലേട്ടനോട് സംസാരിക്കുകയാണെന്ന്. അപ്പോൾ ലാലേട്ടൻ അനുമോളെ വിളിക്കുന്ന. അനുമോൾ അതിനേക്കാളും കോമഡി. അനുമോളൊന്നും പറഞ്ഞില്ല. അനുമോൾ പറഞ്ഞു ഇപ്പോൾ ഞാൻ ലാലേട്ടനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെയെന്ന് അത്രേ പറയുന്നുള്ളൂ. എല്ലാവരും ചിരിക്കുന്നു അനുമോളുടെ കഥ കേട്ടിട്ട്. ഒന്നും പറഞ്ഞില്ല അനുമോൾ. അടുത്തത് ബിന്നിയെ വിളിക്കുന്നത്. സംസാരിച്ചുകൊണ്ടിരുന്ന അനുമോളുടെ വായിലൊരു ഈച്ച പോയി. അങ്ങനെ ഈച്ച പോയി ഛർദ്ദിച്ച് തലകറങ്ങി വീണ അനുമോൾ മെഡിക്കൽ ടീം വന്ന് അനുമോളെ പുറത്തേക്ക് കൊണ്ടുപോയി. പുറത്തുനിന്ന് അനുമോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് അനുമോൾ ഈച്ച മാത്രമല്ല വിഴുങ്ങിയത്, ഒരു സ്പൂണും ഉണ്ടായിരുന്നു. അങ്ങനെ അനുമോളെ ഓപ്പറേഷൻ ചെയ്യുന്നു. അങ്ങനെ ആ സ്പൂൺ പുറത്തെടുത്ത് അനുമോളുടെ ചികിത്സയൊക്കെ കഴിഞ്ഞ് അനുമോൾ വീട്ടിൽ വരുന്നത്. അങ്ങനെ അനുമോൾ അടുക്കളയിൽ പോയി അരി ഇടാനായിട്ട് പോകുന്നു. അപ്പോഴാണ് ഓൾറെഡി അനീഷേട്ടൻ അവിടെ അരി ഇട്ടെന്നും പറഞ്ഞ് അനീഷേട്ടൻ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. ആ അടി കണ്ടുകൊണ്ട് വരികയായിരുന്നു ഷാനവാസിക്ക. അപ്പം എന്താ സംഭവിച്ചതെന്ന് ലാലേട്ടൻ ഷാനവാസിനോട് ചോദിക്കുന്നു. ആ അടിയുടെ നിജസ്ഥിതി അന്വേഷിച്ച് പോയ ഞാൻ ഞെട്ടിപ്പോയി. അത് യഥാർത്ഥത്തിൽ അനീഷ് അല്ലായിരുന്നു ഇട്ടത്, അക്ബറായിരുന്നു. ഇത് കിച്ചൺ ക്യാപ്റ്റനായ നെവിന ഒരു ജോലിയും ചെയ്യാത്തതിനാൽ നെവിനെ തുറന്ന് കാണിക്കാൻ വേണ്ടി അത് അക്ബറാണ് അരി ഇട്ടതെന്ന് അപ്പോൾ ലാലേട്ടൻ നെവിനെ വിളിക്കുന്നു. നെവിൻ, ഈ സ്വർണ്ണക്കപ്പും വെള്ളിഗതയും എവിടെ പോയി? ആ സമയത്താണ് അറിയുന്നത് സ്വർണ്ണക്കപ്പും വെള്ളിഗതയും സാബുമോൻ എടുത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണെന്ന്. എല്ലാവരും അരിയിട്ട് 11 പേരും അരിയിട്ട് ഈ വീട് മൊത്തം അരി കൊണ്ട് ചോറ് കൊണ്ട് ഒട്ടുമായിരുന്നു. അപ്പം ആ സമയത്താണ് എല്ലാവരും മറന്നുപോയി ഈ സ്വർണ്ണക്കപ്പും വെള്ളിഗതയും എവിടെ പോയിന്ന്. പക്ഷേ ആ കപ്പിലായിരുന്നു, ആ സ്വർണ്ണക്കപ്പിലായിരുന്നു നെവിൻ ചായ കുടിച്ചുകൊണ്ടിരുന്നത്. അടുത്തത് നൂറ വരുന്നത്. നൂറ പറയുന്നത് സ്വർണ്ണക്കപ്പിൽ ചായ ഇട്ട് നെവിൻ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നാണ് അനീഷ് കയറി വരുന്നത്. അനീഷേട്ടൻ ചോദിച്ചു ആ വെള്ളിഗത എവിടെ പോയി? വെള്ളിഗത നെവിൻ തന്ത്രപൂർവ്വം എവിടെയോ മാറ്റി വെച്ചിരിക്കുകയാണ്. അത് ചോദിക്കാൻ വേണ്ടി ക്യാപ്റ്റൻ ആദില വരികയാണ്. ആദില വന്ന് നോക്കിയപ്പോഴാണ് ലക്ഷ്മി അത് അരി ഇളന്നുകൊണ്ടിരിക്കുകയാണെന്ന് അറിയുന്നത്. അത് കണ്ടുകൊണ്ട് വന്ന അനുമോള് നേരെ ഗത എടുത്ത് ലക്ഷ്മിയുടെ തലക്കിട്ടടിച്ച് ആ ഗത വാങ്ങി ലക്ഷ്മി തിരിച്ച് അനുമോളുടെ തലയിലും അടിച്ചു.
അങ്ങനെ അനുമോളുടെ ബോധം വീണ്ടും പോയി. അങ്ങനെ എല്ലാവരും അനുമോളെ പൊക്കി കൺസ്പെഷൻ റൂമിൽ കൊണ്ടുപോയി. ഇവിടെ കരച്ചിലും ഡ്രാമയാണെന്ന് എല്ലാവരും പൊതുവേ ഒരു അഭിപ്രായമുണ്ട്. അപ്പോൾ അനുമോൾ അവിടെ കുറച്ച് നേരം ഇരിക്കട്ടെന്ന് അക്ബർ തീരുമാനിച്ച്. അപ്പം ശരി അക്ബർ എന്ന് പറയുന്നു. ഇതെല്ലാം ആ വെള്ളിക്കപ്പും സ്വർണ്ണഗതയും ജലജയുടെ വീട്ടിൽ നിന്ന് മുങ്ങിയെടുത്തുകൊണ്ട് പോയ ആ ചേട്ടൻ ഗൾഫിൽ പോയി. ആ കള്ളൻ വീട്ടിലിരുന്ന് ബിഗ് ബോസിലൂടെ ഇതൊക്കെ കാണുകയും അറിയുകയും ചെയ്തപ്പോൾ കള്ളൻ ടി വി എല്ലാം അടിച്ചു പൊട്ടിച്ചിട്ട് ഇപ്പം അവരാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ കുറച്ച് മുമ്പേ വന്നിരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ കഥ എങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോയെന്ന് ലാലേട്ടന് മനസ്സിലായി. ലാലേട്ടൻ പറഞ്ഞു അനീഷ് തന്നെ ഈ കഥയൊന്ന് തീർത്തോളൂ എന്ന് പറയുന്നു. അങ്ങനെ അനീഷ് വീണ്ടും പറയാൻ തുടങ്ങി. എന്തായാലും ഓണാട്ടുകരയിലെ ആ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് ചോദിക്കുന്നു. അവിടെ ഓണാട്ടുകരയിലെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വളരെ നല്ല രീതിയിൽ അവിടെ ഓണാഘോഷം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വിജയിക്കുന്ന ടീമിന് കപ്പ് കൊടുക്കുകയായിരുന്നു. ഇനി ക്രിസ്മസ് വരാൻ വേണ്ടി ആ ഓണാട്ടുകരയിലെ ത്രിഭുവനം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വെയിറ്റ് ചെയ്യുകയാണ്. കരോൾ മത്സരം നടത്തി മികച്ച പാപ്പായെ തിരഞ്ഞെടുത്ത് കപ്പ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് അനീഷ് പറഞ്ഞു നിർത്തി കഥ. ഞങ്ങൾ മികച്ച കണ്ടസ്റ്റന്റിനെ തിരഞ്ഞെടുത്ത് കപ്പ് കൊടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എല്ലാവർക്കും കിളി പോയിരിക്കുകയാണ്. അപ്പോൾ ആ ബോധം പോകാതിരിക്കുക, ഉള്ള ബോധത്തിൽ കളിച്ച് സ്വർണ്ണക്കപ്പ് നേടാൻ ശ്രമിക്കൂ എല്ലാവരും എന്ന് ലാലേട്ടൻ. നമ്മൾ ഈ കഥ പറയിപ്പിച്ച് തന്നെ എല്ലാവർക്കും കുറച്ച് കോൺസെൻട്രേഷനൊക്കെ പോയിരിക്കുക.